നമസ്കാരം. നമ്മൾ നമ്മളോട് നന്ദിയുള്ളവരായിരിക്കണം. ആ നന്ദിയോടുകൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ നോക്കുക. നന്ദി അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ നോക്കുക. എങ്ങനെ നമുക്ക് ഒരു നന്ദിയോടുകൂടി നമ്മുടെ ജീവിതം തുടങ്ങാൻ കഴിയും? അതായത് നമ്മൾ ഉറങ്ങി എണീറ്റ ഉടനെ തന്നെ നമ്മൾ ആ ബെഡിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ആരംഭിക്കാം. എങ്ങനെയാണ്? അതായത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഭഗവാനോട് നന്ദി പറയണം. കാരണം ആ മനോഹരമായ പ്രഭാതം നമുക്ക് നീട്ടി തന്നത് ദൈവമാണ്, അല്ലേ? അപ്പോൾ ആ ഭഗവാനോട് നമ്മൾ നന്ദി പറയാം. ദൈവം ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്നേ രാവിലെ കാണില്ല, അല്ലേ? അപ്പോൾ ആ പ്രഭാതം എനിക്ക് തന്ന ദൈവമേ നിനക്ക് നന്ദി എന്ന് നമ്മൾ നല്ല പോലെ ദൈവത്തെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ആ പ്രഭാതം തുടങ്ങാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഭൂമിദേവിയെ ഒന്ന് വന്ദിച്ച് തൊട്ട്, അല്ലേ? നമ്മുടെ ഭാരം താങ്ങുന്ന ഭൂമിദേവിയാണ്. അപ്പോൾ അമ്മയോട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു നന്ദിയോടുകൂടി നമുക്ക് എണീക്കാം. രണ്ട് കാലും നിലത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളോടും നമ്മൾ നന്ദി പറയാം. അങ്ങനെയുള്ള ഒരു നന്ദിയോടുകൂടിയുള്ള ജീവിതത്തിന് വളരെ മനോഹാരിത കൂടുമെന്നാണ്. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, നന്ദിയുള്ളവരോടാണ് കൂടുതൽ പിന്നെയും ദൈവം എന്ത് ചെയ്യുക, കൂടുതൽ കൊടുക്കുകയുള്ളൂ. അവന് എന്ത് കൊടുത്തിട്ടും അവന് നന്ദിയില്ലല്ലോ എന്ന് ദൈവത്തിന് തോന്നിയേക്കാം, അല്ലേ? അതുകൊണ്ട് നമ്മളെ ഓരോ ജീവിതത്തിലെ നമ്മളെ ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യാം, വാല്യൂ കാണുക. അതായത് നമ്മൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഭക്ഷണം അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഭക്ഷണത്തിനോട് നമുക്ക് നന്ദി പറയാം, അല്ലേ? എത്ര പേര് ആ ഭക്ഷണം ഇല്ലാതെ ഇരിക്കുന്നുണ്ടാവാം. 3 നേരം നമുക്ക് ഭക്ഷണം കിട്ടുന്നില്ലേ? അപ്പോൾ നമ്മളത് കഴിക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, അത് കഴിച്ചു തുടങ്ങാം. അതുപോലെ നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മൾ നന്ദി പറയാം. അതായത് ഇപ്പോൾ അന്നൊന്ന് സിനിമ കാണാൻ പോയെന്ന് വെച്ചോ, അപ്പോൾ എന്ത് ചെയ്യുക, ആ സിനിമ കാണാൻ എനിക്ക് കാശ് കിട്ടിയതിന്, അല്ലെങ്കിൽ ആ സിനിമ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞതിന് എല്ലാത്തിനും നന്ദി പറയാം. അങ്ങനെ അല്ലെങ്കിൽ നമുക്കുള്ളൊരു ബാഗോ അല്ലെങ്കിൽ ചെരുപ്പോ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ വാങ്ങി, അത് വാങ്ങാനുള്ള കാശ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അത് നമ്മൾ ആഗ്രഹിച്ച ആ സാധനം വാങ്ങാൻ നമ്മളെ കയ്യിൽ കാശുണ്ടായതുകൊണ്ടല്ലേ. അപ്പോൾ ആ കാശിനോട് നമ്മൾ നന്ദി പറയണ്ടേ? അങ്ങനെ എല്ലാത്തിനോടും നന്ദി പറയാം. നമ്മളെ പാരൻസിനോട് നന്ദി പറയാം, അല്ലേ? ഈ രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഗുരുക്കന്മാരെയും അതേമാതിരി നമ്മുടെ മാതാപിതാക്കളെയും നമ്മൾ സ്മരിക്കണം. അവരുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടോ? ഇല്ല. അവരാണ് നമ്മുടെ എല്ലാം. അതുകൊണ്ട് അവരെയും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ എണീക്കണം. ഓക്കെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നിനോടും നന്ദി പറയാം. നമുക്ക് കിട്ടിയ ഓരോന്നിനോടും നമ്മൾ നന്ദി പറയാം. ഇപ്പോൾ അതുപോലെ ഒരു ബില്ല് വന്നു. ഇപ്പോൾ കറണ്ട് ബില്ലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ശപിച്ചിട്ടാണ് നമ്മൾ ആ ബില്ല് ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞു. പക്ഷെ എന്താ, ആ ബില്ല് അടയ്ക്കാൻ നമ്മളെ കയ്യിൽ കാശുണ്ട്, അല്ലേ? ആ വൈദ്യുതി നമ്മൾ ഉപയോഗിച്ചതിൻ്റെയാണ് ആ ബില്ല്. ആ വൈദ്യുതി ഇല്ലെങ്കിൽ നമ്മളെ ജീവിതം എങ്ങനെയായിരിക്കും? അപ്പോൾ ആ വൈദ്യുതി നമ്മൾ ഉപയോഗിച്ചു, അതിൻ്റെ ബില്ലാണത്. അപ്പോൾ ആ ബില്ല് അടച്ചു കഴിഞ്ഞ് നല്ല രീതിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളത് നല്ല മനസ്സോടുകൂടി അത് അടയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ ഓരോന്നിനോടും നന്ദിയുള്ളവരായിരിക്കുക. പിന്നെ എന്ത് നമുക്ക് ചെയ്യാം, അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനെ നമുക്കത് കണ്ടെത്താൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നന്ദിയോ എനിക്കെന്താ ജീവിതത്തിലുള്ളത് എന്നാണ് ആദ്യം വിചാരിക്കുക. അതായത് നമ്മൾ നെഗറ്റീവ് വശമാണ് നോക്കുന്നത്. അവനതുണ്ട് എനിക്കിതില്ല, അവൾക്കതുണ്ട് എനിക്കിതില്ല. നമുക്ക് എന്തുണ്ട് എന്ന് ആദ്യം നോക്കുക. നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്ദി പറയാൻ കഴിയും. അല്ലെങ്കിൽ ഒറ്റവാക്കിൽ ഞാൻ നന്ദി പറയാമെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും, അല്ലേ, എന്താ ഇപ്പോൾ ഇത്ര നന്ദി പറയാനുള്ളത്? നമ്മളെ ഈ ജീവിതം തന്നെ നമ്മൾ നന്ദി പറയണ്ടേ? ഈ ഭൂമിയിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയതിന് തന്നെ നന്ദിയുണ്ട്. പിന്നെ നല്ല ഒരു ശരീരം തന്നതിന് നമുക്ക് നന്ദി പറഞ്ഞൂടെ? അതിപ്പം തടി കൂടുതലാണ്, തടി കുറവാണ്, പൊക്കമുണ്ട്, പൊക്കമില്ല, ഇതൊക്കെ നമ്മൾ പറയുന്നതാണ്. പക്ഷേ ഈ ഉള്ളതിനോട് നമ്മൾ എന്ത് ചെയ്യണം, നന്ദി പറയണം. അതുപോലെ തന്നെ കാഴ്ചശക്തി തന്നതിന് നമുക്ക് നന്ദി പറഞ്ഞൂടെ? എത്ര ആൾക്കാരെ കാഴ്ചശക്തി ഇല്ലാതെ നടക്കുന്നുണ്ട്, നിങ്ങൾക്കറിയോ? ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഈ വീട് അതിപ്പോൾ 1 നിലയാണ്, 2 നില വെക്കായിരുന്നു. അപ്പുറത്ത് കണ്ടില്ലേ 2 നിലയാണ്, എനിക്ക് 1 നിലയല്ലേ ഉള്ളൂ, എന്താ എന്നെ ദൈവം ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് നമ്മൾ പറയാറുണ്ട്. പക്ഷേ എത്ര വീടില്ലാത്തവരെ ഒരു സ്വപ്നമാണ് ഇപ്പം നിങ്ങൾ കയറി കിടക്കുന്ന ഈ വീട്.
ചിലപ്പോൾ അത് വാടക വീടായിരിക്കാം, എന്നാലും നമുക്ക് റെൻറ്റ് കൊടുക്കാൻ കാശുണ്ടായതുകൊണ്ടല്ലേ ആ വീട്ടിൽ നമുക്ക് താമസിക്കാൻ പറ്റുന്നത്. കാശില്ലാത്തവന് വാടക വീട് പോലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അതൊക്കെ എന്താണ്? നമ്മളെ അനുഗ്രഹമാണ്. നമുക്ക് എന്തെല്ലാം കിട്ടിയിട്ടുണ്ട്, നമുക്ക് എന്തെല്ലാം അനുഗ്രഹം ഉണ്ട് എന്ന് നമ്മൾ ആദ്യം നോക്കുക. എന്നിട്ട് മതി എന്ത് ചെയ്യുക, ഇല്ലാത്തതിനെ പറ്റി. ഉള്ളതിനെ കുറിച്ച് നന്ദി പറയുമ്പോൾ ദൈവം എന്തായാലും എന്ത് തരും? ഈ കുട്ടിക്ക് നല്ല നന്ദിയുള്ള കുട്ടിയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യില്ല, നെഗറ്റീവ് സൈഡ് നമുക്കില്ലാത്തതിനെ കുറിച്ച് നമ്മൾ ബോധേഡാവേണ്ട ആവശ്യമില്ല. അത് ദൈവം തന്നെ തരും. നമ്മളെന്ത് ചെയ്യുക, ഉള്ളതിനെ കുറിച്ച് ആലോചിക്കുക. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് നമ്മൾ നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്. അപ്പോൾ കിടന്നു പോയ ഒരു രോഗിയുടെ സ്വപ്നമാണ് എന്ത്? ഈ നമ്മൾ നടക്കുന്നത്, അല്ലേ? നമ്മൾ നടക്കുന്നത് എന്താണ്? കിടന്നു പോയ രോഗിയുടെ ഒരു സ്വപ്നമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുട്ടികളെ നമ്മളിങ്ങനെ ശപിക്കാറും ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പേര് കുട്ടികളില്ലാത്തവരുണ്ട്? അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്വപ്നമല്ലേ നമ്മുടെ ഈ ജീവിതം? നമുക്ക് കുട്ടികളുണ്ട്, അപ്പോൾ അവരെന്ത് ചെയ്യുക, നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി ശാസിക്കുക എന്ന് പറയും. കാരണം അതങ്ങനെയാണ്, സ്നേഹത്തോട് കൂടി ശാസിക്കുക. അവർക്ക് തോന്നണം നമ്മളെന്ത് ചെയ്യാണ്, ശാസിക്കുകയാണെന്ന്. പക്ഷെ നമ്മളൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഉള്ളിൽ തട്ടിയിട്ട് അവരെ ചീത്ത പറയാനോ വഴക്ക് പറയാനോ ഒന്നും പാടില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ അപ്പോൾ എത്രയോ പേർക്ക് കുട്ടികളില്ല. അപ്പോൾ അവരുടെ ഒരു സ്വപ്നമാണ് നമ്മുടെ കൺമുന്നിലുള്ളത്, അല്ലേ? അപ്പോൾ അങ്ങനെ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ നമുക്കുണ്ട് എന്ന് നമ്മൾ നോക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആത്മബോധി ഉണ്ടാക്കുക, അല്ലേ? എനിക്കിതൊക്കെ ഉണ്ടല്ലോ എന്ന് നമ്മൾ ആലോചിക്കാം. ഓക്കെ. അവസാനം എന്ത് ചെയ്യുക, അവസാനം ഇത് കുട്ടികളോട് നമ്മൾ പറയണം, അവർക്ക് കിട്ടിയ ഓരോന്നിനോടും നന്ദി പറയാൻ. കാരണം ഇപ്പോഴും കുട്ടികൾ ഇങ്ങനെ പറയാറുണ്ടല്ലേ, അവർക്ക് അതുണ്ട് എനിക്കതില്ല. സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അപ്പോൾ അവരോട് പറയണം ഉള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ. ഉള്ളത് എന്തൊക്കെ ഉണ്ടെന്ന്, എനിക്ക് ഇതൊക്കെ ഇല്ലേ? അപ്പം എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് നീ ആയിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ പരിശീലിപ്പിക്കണം. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ നന്ദി പറയാനുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവരെയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ആദ്യമൊക്കെ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ 4 ആൾ കേൾക്കുകയൊന്നും പ്രാർത്ഥിക്കണം എന്നില്ല. മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഭക്ഷണം കഴിക്കാൻ നോക്കുക. അങ്ങനെ ഓരോന്നും നമുക്ക് കിട്ടുമ്പം എന്ത് ചെയ്യുക, നമ്മൾ നന്ദി പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വണ്ടിയിൽ നമ്മൾ വന്നു, ഒരു ഓട്ടോയിൽ വന്ന് നമ്മൾ എന്ത് ചെയ്തു, വീട്ടിൽ വന്നിറങ്ങി. അപ്പോൾ ആ ഓട്ടോക്കാരനോട് നമ്മൾ നന്ദി പറയാം. ഒന്നില്ലെങ്കിൽ നമ്മൾ നന്ദി നേരിട്ട് അറിയിക്കാം ആ ഡ്രൈവറോട്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ മനസ്സിൽ നന്ദി പറയാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഓരോ സംഭവങ്ങളും നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അത് പ്രാക്ടീസ് ആയി മാറും. ആദ്യം നമ്മൾ വിചാരിക്കും എന്താണ് ഇപ്പോൾ എനിക്കുള്ളത് എന്ന്. പക്ഷെ പിന്നെയാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് എന്തോരം ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ നമ്മൾ ഉള്ളതിനെ പറ്റി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പറ, ഇത് ചെയ്തു നോക്കിയിട്ട് 1 മാസം കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യണേ. ആത്മാർത്ഥമായി ചെയ്താൽ 1 മാസം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റം നടക്കുന്നത് കാണാം. അത് ഞാൻ ഗ്യാരണ്ടിയാണ്, ഞാൻ അങ്ങനെ അനുഭവിച്ചതാണ്. നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം വഴിമാറുന്നത്. നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ജീവിതം ഫുൾ എന്ത് ചെയ്യും, നെഗറ്റീവിലോട്ടേ പോവുള്ളൂ. അല്ല, നമ്മൾ നല്ല പോസിറ്റീവായിട്ടാണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരും. അതങ്ങനെ തന്നെയാണ്. അത് ഞാൻ അനുഭവിച്ച കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ അവസാനം നമ്മൾ എണീറ്റ പോലെ തന്നെ, എണീറ്റ ഉടനെ തന്നെ നമ്മൾ നന്ദി പറഞ്ഞ പോലെ തന്നെ ബെഡിൽ കിടക്കാൻ നേരത്തെ രാത്രി എന്ത് ചെയ്യുക, ആ ബെഡിൽ ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ കിടന്നുകൊണ്ടോ നമ്മൾ എന്ത് ചെയ്യുക, അന്നേ ദിവസം നമുക്ക് തന്ന എല്ലാത്തിനോടും നന്ദി പറയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അന്ന് എന്തൊക്കെ കാര്യങ്ങൾ നല്ലത് വന്നു എന്ന്. ചീത്ത കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട, നല്ല കാര്യങ്ങൾ ആലോചിച്ച് അത് എന്ത് ചെയ്യുക, അങ്ങനെ തന്നതിന് നന്ദി, എനിക്ക് അങ്ങനെ അവിടെ പോകാൻ കഴിഞ്ഞല്ലോ അതിന് നന്ദി. ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, വാഹനം വേണം. ആ വാഹനത്തിന് കൊടുക്കാൻ കാശ് വേണം. അതെല്ലാം നമുക്ക് കിട്ടുന്നില്ലേ? അപ്പം സ്വന്തമായ വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിക്ക് കിട്ടിയതിന് നന്ദി. എല്ലാത്തിനോടും നന്ദി പറയാം. നന്ദി പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കെ പറയണം എന്നല്ല, നമ്മൾ മനസ്സിലോട്ട് പറയാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രാത്രി കിടന്നുറങ്ങുമ്പം അങ്ങനെ പോവാം. രാവിലെ നമുക്ക് ചെയ്യേണ്ട ഒരു റുട്ടീൻ നമ്മൾ പറഞ്ഞു, ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു മീ ടൈം എന്ന്. ആ മീ ടൈമിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഇതാണ്, ഒരു 200 പേജിൻ്റെ ഒരു നോട്ട് ബുക്ക് വാങ്ങാം. ആ നോട്ട് ബുക്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ആക്കുക. അതിനെ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഉണ്ടാക്കുക?
നമുക്ക് ഉള്ള 10 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ എഴുതുക. 10 മതി, ഒരു ദിവസം 10. ഓക്കെ, അതായത് നമുക്ക് നല്ല ഭംഗിയുള്ള ഈ ശരീരം തന്നതിന് നന്ദി, നമുക്ക് ആരോഗ്യമുള്ളൊരു ശരീരം തന്നതിന് നന്ദി, നമുക്ക് കാഴ്ചശക്തി തന്നതിന് നന്ദി, നമുക്ക് കയറിക്കിടക്കാൻ ഒരു വീട് തന്നതിന് നന്ദി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റ് ഔട്ട് ചെയ്യാം. 10. ഒരു ദിവസം 10 മതി, പിറ്റേ ദിവസം 10. ഇങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ദിവസവും ചെയ്യുക എന്നത് നിങ്ങളൊരു റുട്ടീനാക്കി എടുക്കുക. ഓക്കെ, അത് നിങ്ങളിൽ ഭയങ്കര മാറ്റങ്ങൾ സൃഷ്ടിക്കും. പറയുമ്പം ഇതൊരു ചെറിയ കാര്യമാണെങ്കിലും അത് തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമൊക്കെ, ഒരു മടിയൊക്കെ തോന്നുമെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് ഇതൊന്ന് ശീലിച്ച് നോക്ക്. 1 മാസം ചെയ്ത് നോക്ക്. പിന്നെ ആ 1 മാസം ചെയ്താൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഓക്കെ, അങ്ങനെ എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡായി നടന്നാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നേ ഓരോന്നും നമുക്ക് തന്ന സൗഭാഗ്യങ്ങൾ എത്രയാണ് ദൈവം എന്നുള്ളത്. ഓക്കെ, ഇനി ഒരു ചെറിയൊരു കഥയോട് കൂടി ഞാൻ ഇത് അവസാനിപ്പിക്കാം. അതായത് ഒരു ബാലൻ, ഒരു ചെറിയൊരു കുട്ടി ഇങ്ങനെ ഇരുന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സൈഡിൽ ഇരുന്നിട്ട്. അവൻ്റെ മുന്നിൽ എന്തുണ്ട്, അവൻ്റെ മുന്നിൽ ഒരു ഒരു പാത്രമുണ്ട്. അതിലാണ് എന്ത് ചെയ്യുന്നത്, എല്ലാവരും കോയിൻസ് ഇടുന്നുണ്ട്. പക്ഷേ ഈ ബാലനൊരു പ്രത്യേകത ഉണ്ട്. ബാലന് എന്തില്ല, ബാലന് കണ്ണിന് കാഴ്ചശക്തി ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കാഴ്ചശക്തി ഇല്ലാത്ത ഒരു കുട്ടിയാണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ അവനവിടെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് കാഴ്ചശക്തി കുറവാണ്, കാഴ്ചശക്തി ഇല്ല എന്നുള്ള ഒരു ബോർഡ് അവൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ബോർഡിൽ. അപ്പോൾ ഒരാൾ വന്നു, ഒരു വയസ്സായ ഒരാൾ വന്നിട്ട് ഈ ബോർഡ് എടുത്തിട്ട് എന്ത് ചെയ്തു, എന്തോ ഒന്ന് കുത്തിക്കുറിച്ചു, ഒന്ന് മാറ്റങ്ങൾ വരുത്തി അതിൽ. കുറച്ച് കാലത്ത് അയാൾ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുറേ ആൾക്കാർ അവിടെ വരികയും ഈ ബോർഡ് വായിക്കുകയും കാശ് ഇങ്ങനെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ബാലൻ വിചാരിച്ചു എന്താ അവിടെ സംഭവിക്കുന്നതെന്ന്. ഇവന് കണ്ണ് കാണില്ലല്ലോ, അപ്പോൾ അവിടെ എന്താണ് ബോർഡിൽ മാറ്റി എഴുതിയിരിക്കുന്നതെന്നും ഇവനറിയില്ല. അപ്പം ഇവൻ വിചാരിച്ചു എന്താണാവോ സംഭവിച്ചത്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, ഈ പാത്രം നിറച്ചും കോയിൻ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ദിവസവും കിട്ടുന്നതിൻ്റെ എത്രയോ മടങ്ങ് കൂടുതൽ കിട്ടിയ ആ സന്തോഷത്തിലായിരുന്നു ആ കുട്ടി. അങ്ങനെ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പം ഈ രാവിലെ വന്ന ആ വയസ്സായ ആൾ വന്നു. അപ്പോൾ കാലടി ശബ്ദം കൊണ്ട് ഈ കുട്ടിക്ക് മനസ്സിലായി രാവിലെ വന്ന ആളാണ് വന്നതെന്ന്. അപ്പോൾ ആ കുട്ടി ചോദിച്ചു അയാളോട്, എന്താണ് ഈ ബോർഡിൽ താങ്കൾ മാറ്റം വരുത്തിയത് എന്ന്. എന്തായാലും എനിക്കിന്ന് എന്ത് ചെയ്തു, ഒരുപാട് കാശ് കിട്ടിയെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ വലിയ തോതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല, ഒരു ചെറിയ മാറ്റം മാത്രമേ വരുത്തിയിട്ടുള്ളൂ. അതായത് തീമൊക്കെ ഒന്നാണ്. എന്താണ് അയാൾ ഇട്ടത് എന്തായിരുന്നു, ഇന്നത്തെ പ്രഭാതം വളരെ മനോഹരമാണ്, പക്ഷേ അത് കാണാനുള്ള കഴിവ് എനിക്കില്ല എന്ന് മാത്രമായിരുന്നു അതിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ തീം രണ്ടും ഒന്നാണ്, ഞാൻ അന്ധനാണ് എന്നും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ കുട്ടിക്ക് കാഴ്ചശക്തി ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ആ ഇന്നത്തെ പ്രഭാതം വളരെ മനോഹരമാണ്, അത് കാണാനുള്ള കഴിവ് എനിക്കില്ല എന്ന് പറയുമ്പോൾ കഴിവുള്ള ആൾക്കാരാണ് ഇത് വായിക്കുന്നത്. അപ്പോൾ ഈ ലോകത്ത് ഉള്ള മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കാണാനുള്ള കഴിവുള്ളവർ ഇത് വായിക്കുമ്പോൾ എന്താവും, അവർക്ക് തോന്നും അയ്യോ ശരിയാണല്ലോ, ഈ കുട്ടിക്ക് അതിനുള്ള കഴിവില്ല, പക്ഷേ എനിക്കതിനുള്ള കഴിവുണ്ടല്ലോ എന്ന്. അപ്പോൾ അവർ മനസ്സുകൊണ്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ നടക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഒരു നിമിഷമെങ്കിലും ചിന്തിക്കില്ലേ, എൻ്റെ കാഴ്ചശക്തിയുടെ ആ കഴിവുകൊണ്ടല്ല എനിക്ക് ഈ ലോകം കാണാൻ കഴിയുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ആ കോയിൻ വരാൻ കാരണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയ കഴിവുകൾ എന്തൊക്കെയാണോ എന്ന് ആലോചിച്ച് അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് നടത്താം. നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണ്, ഇപ്പോൾ ക്ഷേത്രത്തിലോ ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് രാവിലെ പോകുമ്പോൾ നമ്മൾ പ്രകൃതിയിലേക്കൊക്കെ നോക്കുക അല്ലേ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഓരോന്നും ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട്, നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ വേറെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് വാക്ക് ചെയ്യാം. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക്. ഓക്കെ, നമ്മൾ സൂര്യന് നന്ദി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വൃക്ഷങ്ങൾ, അതുപോലെ മലകൾ, പുഴകൾ, പാടങ്ങൾ എല്ലാം നമ്മളിങ്ങനെ കാണുകയാണ്. വിവിധ തരം പക്ഷികൾ, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നന്ദി പറയണം അല്ലേ. അവരൊക്കെ ഉണ്ടെങ്കിലേ നമ്മളും ഉള്ളൂ. അപ്പോൾ പ്രകൃതിയോട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് നടത്താം. ആ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിൽ നമുക്ക് തന്ന സൗഭാഗ്യത്തിനോട് നമുക്ക് എന്ത് ചെയ്യാം, നന്ദി പറയാം. ഇങ്ങനെ വിവിധ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കും ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് വാക്കും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലും എഴുതാൻ മറക്കരുത്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും നമുക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് കിട്ടുന്നതെന്ന്. അത് സസൂക്ഷ്മം നിരീക്ഷിച്ച് എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുക, നന്ദിയുള്ളവരായിരിക്കുക ജീവിതത്തിൽ. ഓക്കെ, പിന്നെ പറയാനുള്ളത്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളെ പ്രോത്സാഹനം എന്ന് പറയുന്നത് എന്താണ്? സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് പറയണം. സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്നാലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.